നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചാടി എഴുന്നേറ്റ് ഞാൻ ജനാല വഴി നോക്കാറുണ്ട്. പലപ്പോഴും ആത്മാവ് ചുറ്റുവട്ടത്ത് വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. ഭാഗ്യേട്ടൻ എന്റെ ഹൃദയത്തിൽ നിന്ന് പോവില്ല. പോയാലല്ലേ മറ്റൊരാൾക്ക് അവിടെ സ്ഥാനം ഉണ്ടാവും. ചെറിയ തണുപ്പുണ്ട്, അച്ഛൻ പുതപ്പിച്ചു തരട്ടെ? അച്ഛാ, എപ്പോഴെങ്കിലും എന്റെ ഒപ്പം വന്ന് കിടക്കോ? അതെങ്ങനെ പറയാൻ പറ്റും മോളെ? അമ്മേന്റെക്ക് അമ്മേന്റെ കുടുംബമൊക്കെ ഇല്ലേ, വീട്, കുട്ടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ. അതിനിടയിൽ മോളുടെ അടുത്ത് എങ്ങനെ വരും? അച്ഛാ, അലോകേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? അലോകേട്ടനെ കാണുന്നത് എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ? അലോകേട്ടനും അമ്മേന്റെ ഇങ്ങോട്ട് വരൂ. മോള് ഇപ്പൊ അങ്ങനൊന്നും ചിന്തിക്കണ്ട, ഉറങ്ങാൻ നോക്ക്. വാ, കിടക്കാം. കിടന്നോ കിടന്നോ. നാളെ തന്നെ പോവാൻ നിനക്കെന്താ ഇത്ര തിരക്ക്? പോയേ പറ്റൂ, അവിടെ ചെന്നിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. സാധാരണ നീ ഇങ്ങനെയല്ലല്ലോ, വന്നാ കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ടല്ലേ പോവാറ്? അതെ, പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പോയേ പറ്റൂ, അത്രയ്ക്ക് അത്യാവശ്യമുണ്ട്. നീ എന്റെ മുഖത്തേക്ക് നോക്ക്. അവിടെ ചെന്നിട്ട് അത്യാവശ്യമുണ്ടെന്ന് നീ എന്റെ മുഖത്ത് നോക്കിയൊന്ന് പറഞ്ഞേ. വേണ്ട, നീ പറയണ്ട. എന്റെ മുഖത്ത് നോക്കി നീ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ പറയണ്ട മോനെ. എനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല അമ്മേ. വാക്കുകൾ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അമ്മയ്ക്ക് വിഷമാവും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെ. എന്നാലും മോനെ, നിനക്ക് തോന്നുന്നുണ്ടോ അമ്മ മനഃപൂർവ്വം ഒരു തെറ്റുകാരി ആയതാണെന്ന്? ഇല്ല, എന്നാൽ എന്റെ തോന്നലല്ലല്ലോ കാര്യം. മറ്റുള്ളവരെ ബോധിപ്പിക്കണ്ടേ? ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വീർപ്പൂട്ടൽ തോന്നുന്നു. ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും വയ്യ. ഇറങ്ങിയ ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് എത്ര മറുപടി പറയണം? കല്യാണ പന്തൽ വെച്ച് നീരജയെ പോലീസ് കൊണ്ടുപോയപ്പോ മുതൽ തുടങ്ങിയത് എന്റെ കഷ്ടകാലം. അത് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ പിടിച്ചു നിന്നു. ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് ലോബിയിലാണ് ഞാനും നീരജയെന്നെല്ലാം ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കി. അതും സഹിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മയായിട്ടുണ്ടാക്കിയ നാണക്കേട്. എല്ലാം കൂടി താങ്ങാൻ എനിക്ക് പറ്റുന്നില്ലമ്മേ. മനസ്സിലായി. അപ്പോ അമ്മ മക്കൾക്കൊരു നാണക്കേടാണല്ലേ? സംശയം എന്താ? ഞാൻ ചീത്തയാണെന്ന് എല്ലാരും പറഞ്ഞപ്പോ ബാംഗ്ലൂരിലെ പഠിത്തം നിർത്തി എല്ലാ കൂട്ടുകെട്ടുകളും നിർത്തി ഞാൻ ഇവിടെ നിന്നില്ലേ? അമ്മ മോശമാണെന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കുമ്പോ അത് തിരുത്താൻ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആരുടെ മുൻപിൽ തിരുത്തേണ്ട കാര്യമൊന്നും അമ്മയ്ക്കില്ല. എനിക്ക് പറഞ്ഞു തിരുത്താനുള്ളത് എന്റെ മക്കളുടെ മുൻപിലാ. വേറെ ആരുടെ മുൻപിലും എനിക്ക് പറഞ്ഞു തിരുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് അമ്മയ്ക്ക് ആവശ്യം. എന്താണ് മനസ്സിലാക്കേണ്ടത്? അമ്മ മറ്റൊരാളുടെ ഭാര്യയാണെന്നോ? നിർത്തും നീരജെ. ആവശ്യമില്ലാതെ സംസാരിക്കാൻ നിന്നെ ആരും കൊണ്ട് ക്ഷണിച്ചിട്ടില്ല. സംഭവിച്ച കാര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അതിന് മാത്രമേ നേരം കാണൂ. അതുകൊണ്ട് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കണം. നിനക്ക് അവസാനിപ്പിച്ചിട്ട് ഇവിടുന്ന് അങ്ങ് പോവാം. നാളെ നീ അങ്ങ് പോവും. ഞാനോ? നീ ഒരു കാര്യം ചെയ്, എനിക്കും കൂടെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കാണിച്ചതാ. ഒരു മാർഗം കിട്ടിയിട്ട് അത് നശിപ്പിച്ചോളല്ലേ നീ? ആ മാർഗത്തിന് വേണ്ടി അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറെ കാശ് കളഞ്ഞോളാ നീ. കുറ്റപ്പെടുത്തുമ്പോ അതും കൂടി ഓർക്കണം. ഓ, തുടങ്ങി. എന്തു പറഞ്ഞാലും കഷ്ടപ്പാടിന്റെയും കണക്കുകളുടെയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കേട്ട് കേട്ട് മടുത്തു.
നീ കണക്ക് എത്രയാന്ന് പറ, എന്നെങ്കിലും ഞാൻ തിരിച്ചു തരാം. അങ്ങനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല അമ്മ നമ്മളെ സ്നേഹിച്ചതും വളർത്തിയതും. മോനെ, ഇങ്ങനെ പറഞ്ഞ് അമ്മയെ ന്യായീകരിക്കണ്ട. അങ്ങനെ ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒന്നല്ല അമ്മയുടെ സ്നേഹം, അമ്മയുടെ മനസ്സ്. അത് കണ്ടു തിരിച്ചറിയാൻ കഴിഞ്ഞ അതാ മനസ്സിന്റെ നേര്. പറഞ്ഞ് സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഞാൻ തെറ്റുകാരിയാണെന്ന് തന്നെ വിശ്വസിക്കട്ടെ. എന്നെങ്കിലും ആ വിശ്വാസം മാറും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മക്കൾ അമ്മയെ കാത്തു നിൽക്കണ്ട. അവനവന്റെ സുഖം നോക്കി പൊയ്ക്കോളൂ. പഠിച്ച് ജോലി നേടി അവനവന്റെ ജീവിതം ഭദ്രമാക്കുക. അമ്മയെക്കുറിച്ച് ആരും ചിന്തിക്കണ്ട. ആരുടെയും സംരക്ഷണം അമ്മ ആവശ്യപ്പെടില്ല ഒരിക്കലും. നീരജ, നാണക്കേടുകൾ എല്ലാവർക്കും ഉണ്ട്, അത് ഞാനും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിന് അമ്മ ഇങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത്. സംഭവിച്ചത് മുഴുവൻ അമ്മയുടെ തെറ്റായിട്ട് ഞാൻ പറയില്ല. അപ്പൊ നിന്റെ മനസ്സിലുണ്ട് കുറച്ച് തെറ്റ് അമ്മയുടെ ഭാഗത്തുണ്ടെന്ന് അല്ലേ? എന്നാ ഞാൻ പറയുന്നു 100% തെറ്റും അമ്മയുടെ കയ്യിലാണെന്ന്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് സത്യം. ശരണ്യ ഓഫീസിലേക്ക് പോകണോ? അതെ. ഇന്ന് പോണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇന്ന് വല്ല പ്രത്യേകതയുണ്ടോ? എന്തായാലും ഇത്രയും ദിവസം പോയില്ലല്ലോ, ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? അതെന്താ ഒരാഴ്ച കഴിഞ്ഞിട്ട്? എനിക്ക് മനസ്സിലായില്ല. അല്ല, പുറത്തിറങ്ങിയ ആളുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടും. ഞാനത് കുറെ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ശരണ്യയുടെ കാര്യം പറയണ്ടല്ലോ, അതിന്റെ ഇരട്ടിയായിരിക്കും. അങ്ങനെ നാട്ടിലെ ആളുകളെ പേടിച്ച് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമെന്നെന്താ? എന്തായാലും ഫേസ് ചെയ്യണം. അത് ഇന്നു മുതലാവട്ടെ. മോളെ, മോളെങ്ങോട്ടാ? ഓഫീസിലേക്ക്. കുറെ ദിവസമായി പോയിട്ട്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇപ്പൊ അവിടെ ചെന്നിട്ട് കേസ് വാദിക്കാനൊന്നുമില്ലല്ലോ. വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കണ്ടല്ലോ അച്ഛാ. അവിടെ കുറച്ച് കേസുകൾ റെഫർ ചെയ്യാനുണ്ട്. എന്തായാലും അടുത്ത വർഷം എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കേസ് വാദിക്കണം. അതിന് കേസുകൾ പഠിക്കണം. പഠിക്കുന്നതെല്ലാം നല്ലതാ, എന്നാലേ പഠിക്കാൻ സമ്മതിക്കണ്ടേ? ആര് സമ്മതിക്കണ്ടേന്ന്? നീ ഈ നാട്ടിൽ നടന്ന കോലാഹലങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിന്റെ അമ്മയുണ്ടാക്കി വെച്ച പേരുദോഷം പത്രത്തിൽ വരെ വന്നു. അതിന് ഞാൻ ഓഫീസിൽ പോവാതിരിക്കേണ്ട കാര്യം എന്താ? പോകണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ ശരണ്യയുടെ അനിയന് ഈ അവസ്ഥയുണ്ടായത് അമ്മ കാരണമാണെന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഏതോ മഞ്ഞപത്രത്തിലും വന്നിട്ടുണ്ട്. അപ്പോ ഈ പ്രശ്നങ്ങളൊന്ന് കെട്ടടങ്ങിയിട്ട് പോരെ ഓഫീസിൽ പോകാൻ? ഞാനും പറഞ്ഞച്ചാ, കുറെ കഴിയുമ്പോ എല്ലാ ആൾക്കാരും മറക്കും. അപ്പൊ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവളിപ്പോഴേ ഇറങ്ങിപ്പോയി നാണം കെട്ടാ അത് എന്നെ കൂടെ ബാധിക്കില്ലേ? എല്ലാവരും കൂടി പറഞ്ഞ് എന്റെ മനസ്സ് തളർത്തി കളയരുത്. ആര് ചോദിച്ചാലും ഉത്തരം പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഇപ്പൊ ഞാനത് ഫേസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് സ്വാമി സാറിന്റെ ഓഫീസിൽ നിന്നും കിട്ടുന്ന പിൻബലം അത് ചെറുതല്ല. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല, അല്ലേ അച്ഛാ? മോള് പറയുന്നത് ശരിയാണ്. എന്നാലും ഒന്നും കൂടെ ആലോചിക്കുന്നത് നല്ലതാണ്. അമ്മ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി. ഇനി മോളും എടുത്ത് ചാടിക്കോ, എന്നിട്ടങ്ങ് അനുഭവിച്ചോ. ഇങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കെ. ഞാൻ മഹാ അപരാധമൊന്നും അല്ലല്ലോ ചെയ്തത്. ജോലിക്ക് പോകുന്നു, അതിനെന്താ കുഴപ്പം? എന്തും ഫേസ് ചെയ്യാൻ ഞാനൊരുക്കാം. പിന്നെന്താ, എല്ലില്ലാത്ത നാട്ടുകാരുടെ നാവിനെ ഞാൻ നേരിട്ടോളാം. ഞാൻ പോയിട്ട് വരാം. പോട്ടെ, പോയി അനുഭവിക്കട്ടെ.
നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം അവള് നോക്കട്ടെ. നന്ദുട്ട, നിന്റെ വിഷമം മനസ്സിലാക്കാതെ അല്ല ഞാൻ ഈ പറയുന്നത്. എനിക്കറിയാം നിന്നെ മനസ്സ് ചുട്ടുപൊള്ളുന്നുണ്ടെന്ന്. ദാ മോനെ, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. എങ്ങനെയാണെന്നോ? ഉത്തരം സിമ്പിളാടാ. പ്രശ്നം നമ്മുടെ മനസ്സിലിട്ട് നടക്കുമ്പോഴാ അറിയാതെ നമ്മൾ ദേഷ്യപ്പെടുന്നതും മദ്യം തേടിപ്പോകുന്നതും. മദ്യം തേടിപ്പോയവരാരും രക്ഷപ്പെട്ടതായി എനിക്കറിയത്തില്ല. മോനെ നന്ദുട്ട, നിന്റെ പ്രശ്നം കണ്ടിട്ടില്ലാന്ന് നീ ഒന്ന് നടിച്ചു നോക്കിയേ. അതാണ് നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം. ഡാ, ചോദിക്കുന്നതിനും പറയുന്നതിനും ഒക്കെ പറഞ്ഞോട്ടടാ. നമ്മളാരും അതിന് ചെവി കൊടുക്കുന്നില്ലെങ്കിലും അപ്പൊ താനെ ചോദ്യത്തിന്റെ മൊന ഒടിഞ്ഞു പോവും. മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ, പറയാൻ എളുപ്പമാണ്. പക്ഷെ എനിക്കല്ല അതിന്റെ വേദന മനസ്സിലാവും. ചോദിക്കുന്നവരെ അവഗണിക്കാൻ എനിക്ക് കഴിയുന്നില്ല മുത്തശ്ശി. കഴിയണം. അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ലേ, ഇതൊക്കെ വലിയ കാര്യമാണോ നന്ദൂട്ട? കാര്യങ്ങൾ വലുതാക്കുന്ന ചെറുതാക്കുന്ന നമ്മളാടാ. ദേ, നിന്റെ ഭാര്യയുടെ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചതേ ഇത്ര വലിയ അപരാധമാവുന്നത് എങ്ങനെയാടാ? ലോകത്ത് ആരും ചെയ്യാത്ത കാര്യമൊന്നും അല്ലല്ലോ അത്. ടേക്ക് ഇറ്റ് ഈസി, അത്രേ ഉള്ളൂ. ദേ, നീ അങ്ങനെയൊന്ന് ചിന്തിച്ചേ. നിന്റെ അസ്വസ്ഥതയുടെ കാര്യം ഇവിടെ തീരും. മോനെ, നീ ഇതിന്റെ പേര് ശരണ്യെ അവഗണിക്കുന്നത് ശരിയാണോ? അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ അവളെ അവഗണിക്കുന്നില്ലല്ലോ മുത്തശ്ശി, അത് വെറുതെ തോന്നുന്നതാ. പക്ഷേ പഴയതുപോലെ ശരണ്യോട് അടുത്ത് പെരുമാറാൻ പറ്റുന്നില്ല. ആ ഇന്റിമസി ഇല്ല. അത് ശരിയാണ്. അത് മനഃപൂർവ്വമല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നതാ. ചുറ്റും ചോദ്യങ്ങളും പരിഹാസമാ. അപ്പൊ ആരും ഒന്ന് പതറിപ്പോവില്ലേ മുത്തശ്ശി? ഈ അവസ്ഥയ്ക്ക് കാരണം ശരണ്യയുടെ അമ്മയാണെന്ന് ഓർക്കുമ്പോ ആ ദേഷ്യം ശരണ്യയിലേക്കും അറിയാതെ സംഭവിച്ചു പോകുന്നത്. എടാ തന്തോട്ട, അവക്ക് നീ മാത്രാണടാ ആശ്വാസം. ദേ, അത് നീ മറക്കരുത്. ഒന്നും മറന്നിട്ടില്ല മുത്തശ്ശി. പറഞ്ഞില്ലേ, എല്ലാം അറിയാതെ സംഭവിച്ചു പോകുന്നത്. ഒക്കെ ശരിയാകൂടാ മോനെ, എല്ലാം നേരെയാകും. ദേ, നീ മനസ്സിലിട്ട് വെറുതെ ഓരോന്ന് ആലോചിക്കാതെ ചെല്ല്. മനസ്സെല്ലാം ഒന്ന് ഫ്രീ ആക്കിയിട്ട് പോയി കിടക്ക. മുത്തശ്ശി, മുത്തശ്ശിയോട് കുറച്ച് സംസാരിച്ചപ്പോ മനസ്സിനല്പം ആശ്വാസം തോന്നുന്നു. ചെല്ല്, ശാന്തമായിട്ട് പോയി കിടന്നുറങ്ങാം. ചെല്ലടാ. ഈ ചാണ്ടിച്ചായന്റെ മരണത്തില് പോലീസ് അന്വേഷണം വല്ല നടക്കുന്നുണ്ടോ പ്രിൻസ്? ആ, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് നിയമമല്ലേ, അത് അതിന്റെ വഴിക്ക് നടക്കും. കൊലപാതകമാണെന്ന് വല്ല സംശയവും പോലീസിന് തോന്നിയിട്ടുണ്ടാവോ? സാധാരണ അങ്ങനെയൊക്കെയാണ്, വളഞ്ഞ വഴിയല്ലേ ചിന്തിക്കൂ. ഏയ്, അതിനുള്ള സാധ്യതയൊക്കെ കുറവാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആക്സിഡന്റ് തന്നെയാണ്. പിന്നെ ഇടിച്ചിട്ടിട്ട് പോയ വണ്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിനപ്പുറം ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ചാണ്ടിച്ചാന് വേണ്ടി അങ്ങനെ പരാതിപ്പെടാനും അന്വേഷണം ഊർജിതമാക്കാനൊന്നും ആരും വരില്ല. അയാൾ തമിഴ്നാട്ടിലെ ഏതോ ഒരു തെരുവിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് കേരളത്തിലേക്ക് വന്നതാണ്. ഇവിടെങ്ങനെ പറയത്തക്ക ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ കട്ടും മോഷിച്ചും അനധികൃതമായി സമ്പാദിച്ചതാണ് ഇതൊക്കെ. ഈ സ്വത്തുക്കൾ കൊണ്ടാണ് വലിയ പലിശക്കാരനൊക്കെ ആയത്. അത് അയാളുടെ കഴിവ് തന്നെയാണ്. എന്നോട് മദ്യപിച്ചിട്ട് പറഞ്ഞത് വെച്ച് നോക്കിയാ ആക്രി പറക്കി വരെ ജീവിച്ചിട്ടുണ്ട് അയാള്. എന്നിട്ടാണോ പെണ്ണിനോടും പണത്തിനോടും ഇത്രമാത്രം ആർത്തി? അത് സ്വാഭാവികമല്ലേ ദിയ? ചെറുപ്പം മുതലേ കിട്ടാത്തതൊക്കെ കയ്യെത്തി പിടിക്കാൻ പണവും സ്വാധീനവും ഉള്ളപ്പോ സ്വാഭാവികമായിട്ടും ഒരു വൈരാഗ്യ ബുദ്ധിയാവും. അത് അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതിൽ ചാണ്ടിച്ചാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് നന്ദിതയുടെ കാര്യമാണ്. നന്ദിതയെ ശിവദാസിന് നമ്മൾ കെട്ടിച്ചൂടി കൊടുത്തപ്പോ പിടിവിട്ടുപോയി. ഇനി കയ്യിലേക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി.
അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, അപ്പൊ കേട്ടില്ല. ഇതിപ്പോ മദ്യത്തിന്റെ പിടുത്തവും ഈ ഫ്രസ്ട്രേഷനൊക്കെ ആയപ്പോ വണ്ടി കയ്യിൽ നിന്ന് പോയി കാണും. അതുകൊണ്ടാ വേറെ വണ്ടി ചെന്ന് ഇടിച്ചത്. വേറെ വണ്ടിയിൽ ചെന്ന് ഇടിച്ചതാണെന്ന് പ്രിൻസിന് എങ്ങനെ അറിയാം? പോലീസിന് പോലും അറിയാത്ത കാര്യമാണല്ലോ അത്. നീ എന്താ ഈ ചോദിക്കുന്നേ? എന്നെ സംശയിക്കുന്ന തരത്തില്? ചേച്ചേ, അങ്ങനൊന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് അതിനു മാത്രം വൈരാഗ്യമൊന്നുമില്ല അയാളോട്. ശരി, അങ്ങനെ ഞാൻ വിശ്വസിക്കാം. നേരെ തിരിച്ച് ആ വിശ്വാസം തോന്നുന്നത് എനിക്കാണെങ്കിലോ? ഇടിച്ച് തെറിപ്പിച്ചു പോയൊരു വണ്ടി, അതൊരു കൊട്ടേഷൻ സംഘത്തിന്റെ ആണെങ്കിലോ? ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തതാണെങ്കിലോ? മനസ്സിലായി. ഞാൻ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചു എന്നാണ് പറയുന്നത് അല്ലെ? നോർമലി അങ്ങനെ സംശയിക്കാം. അതവിടെ നിൽക്കട്ടെ. അതെ, നമ്മൾ എപ്പോഴും ഈ സംസാരം തുടർന്നാലും അതിനെ പാതി വഴിക്ക് നിർത്തിവെക്കും. അത് തന്നെ നല്ലതും. ആ, ഇനി പറ. പ്രിൻസേ, ചാണ്ടിച്ചായൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തത് അയാൾ ഇഷ്ടപ്പെട്ട നന്ദിതയെ കൂടെ കിട്ടിയില്ല എന്നത് മാത്രം. സത്യം പറഞ്ഞ അതുപോലെ ഒരാളാണ് ഞാനും. എനിക്കിഷ്ടപ്പെട്ട നന്ദനെ എന്റെ കയ്യിൽ കിട്ടിയില്ല, എന്നിൽ നിന്നും കൊണ്ടുപോയി. ആ ഒറ്റ കാര്യമാണ് നന്ദനെയും ശരണ്യയും ദ്രോഹിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അത് കംപ്ലീറ്റ് ആക്കണം. ഒരു മിഷനാണത്. പ്രിൻസ് എനിക്കൊരു കാര്യം ചെയ്തു തരൂ. ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ, ചെയ്തു തരാറല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യണം. ശരണ്യയ്ക്കും നന്ദനും നന്ദിതയ്ക്കും ഒന്നും പുറത്തിറങ്ങി നടക്കാനേ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കണം. ഇറങ്ങിയാൽ ആളുകൾ കളിയാക്കുന്ന, നാണം കെടുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് നന്ദൻ ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടുള്ള ആളല്ല. പക്ഷേ ഭാര്യയുടെ അമ്മ കല്യാണം കഴിച്ചു പോയതിന്റെ ഒരു നാണക്കേട് അയാളുടെ ജീവിതത്തെ നരകതുല്യമാക്കണം. ഒപ്പം ശരണ്യയ്ക്കും നന്ദിതയ്ക്കും തമ്മിൽ അകൽച്ച ഉണ്ടാവണം. ആളുകളെ വിട്ട് പരിഹസിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള പരിപാടികളാ, വില കുറഞ്ഞ അക്രമങ്ങൾ. അത് വേണം പ്രിൻസ്. ചില കാര്യങ്ങളിൽ നമ്മൾ തരം താണു പോകുന്നത് തന്നെയാ നല്ലത്. അത് ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആളെ ഏർപ്പാട് ചെയ്യാൻ പറ്റുമോ പ്രിൻസിന്? അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ക്ലയൻസിൽ ചിലരുണ്ട്, എന്തു പറഞ്ഞാലും കേൾക്കും. എന്നാൽ ഇന്നു മുതൽ ശരണ്യയ്ക്കും നന്ദനും നന്ദിതയ്ക്കും നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റരുത്. അത് കുടുംബത്തിൽ വല്ലാത്ത പൊട്ടിത്തെറികൾ ഉണ്ടാക്കും. അതാണ് എനിക്ക് ആവശ്യം. ഈ നന്ദിത ഗാർമെന്റ്സ് നടത്തുന്ന ആളല്ലേ? അതെ. കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? ഞങ്ങളെല്ലാം അറിഞ്ഞു. പോലീസുകാരെല്ലാവരും കൂടിയാണല്ലേ കല്യാണം നടത്തിയത്. നല്ല കാര്യം. എപ്പോഴായാലും ഇതൊക്കെ വേണ്ടതല്ലേ? എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അയ്യോ, ഞങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കാൻ വന്നതല്ല അല്ലേ. ഇങ്ങനൊരവസ്ഥ ഏത് പെണ്ണുങ്ങൾക്കും വരാം. അതിന് കൂടെ നിൽക്കാൻ വന്നതാണ്. എനിക്കങ്ങനെ ആരെയും കൂടെ നിർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാ പറ്റുമോ? ഈ ശിവദാസൻ സാറ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആള് തന്നെയാ. എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോന്ന് അറിയോ? ഞങ്ങളുടെ അഭിപ്രായത്തില് നിങ്ങൾ ഒരുമിച്ച് താമസിക്കണം. എന്തിനാ പിള്ളേർക്ക് ഇങ്ങനെ നാണക്കേടുണ്ടാക്കുന്നേ? നിങ്ങൾക്ക് ഒരുമിച്ച് താമസിച്ചൂടെ? ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. ഈ പ്രായത്തിൽ ഇങ്ങനൊരു കല്യാണം നടക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഇതിനേക്കാൾ പ്രായം കടന്നിട്ട് എത്ര പേർ കല്യാണം കഴിച്ചു പോയിട്ടുണ്ട്. പിള്ളേരൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. ഞങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും വേണ്ടി വന്നാ നിങ്ങൾ ഗാർമെന്റ്സിലേക്കായാലും ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ വരാം. ദയവേത് എന്നെ ഒന്ന് ഒഴിവാക്ക്. ആരുടെ സഹായം എനിക്ക് ആവശ്യമില്ല. നല്ലതല്ലേ ഞങ്ങൾ പറഞ്ഞത്? ഓട്ടോ. ആരോ കളിച്ച കളിയിൽ നീയും വീട് പോയില്ലേടാ നന്ദൂട്ട. നോക്ക്, ഒരു ജീവശവം പോലെയാണ്. നിന്നെ മാത്രം സ്നേഹിക്കുന്ന
ആ പാവം പെണ്ണിവിടെ ജീവിക്കുന്നത്. ആ പാവത്തിന്റെ അവസ്ഥയ്ക്ക് ഞാനൊരു കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് കുറ്റവും തോന്നുന്നുണ്ട് നന്ദൂട്ട. മുത്തശ്ശി, ഞാനൊരാണാ. എന്റെ മുഖത്ത് നോക്കി എന്റെ ഭാര്യയുടെ അമ്മയെപ്പറ്റി കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുമ്പോ പ്രതികരിച്ചു പോവും. എന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യും. പറയുന്നത് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും അത് പറയിപ്പിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടല്ലേ. ഈ കാരണം കൊണ്ട് എന്റെയും ശരണ്യയുടെ ഇടയിലെ സ്നേഹം ഇല്ലാതായാലും അത്ഭുതപ്പെടാനില്ല മുത്തശ്ശി. ഓ, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം തള്ളിക്കളയാൻ വരെ പറ്റുന്നുണ്ടല്ലോ എന്റെ നന്ദൂട്ടന്. നീ ഓർക്കുന്നുണ്ടോടോ നന്ദൂട്ട? നീ അവളെ പ്രണയിക്കാൻ പുറകെ നടന്ന കാലം. നീ അവളിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോ അവള് നിന്നിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്നറിയോ? ഒരു വലിയ വീട്ടിലെ ചെറുക്കനെ സ്വന്തമാക്കാനുള്ള ശേഷി അവക്കില്ലെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാ. എടാ നന്ദൂട്ട, അവളൊരു പാവല്ലേടാ. അവളുമായിട്ടുള്ള നിന്റെ കല്യാണത്തെ നിന്റെ അച്ഛനും അമ്മയും സഹോദരിയല്ല നഖശിഖാന്ത എതിർത്തപ്പോ ഈ മുത്തശ്ശിയല്ലേ അത് നടത്തി തന്നത്. ആരുടെ എതിർപ്പിനെ ഈ മുത്തശ്ശി വകവച്ചില്ലല്ലോ. കാരണം മുത്തശ്ശിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവളെ കണ്ടപ്പോ, അവളെ അടുത്തറിഞ്ഞപ്പോ എന്റെ നന്ദൂട്ടനോട് തോന്നുന്ന അതേ ഇഷ്ടം ഈ മുത്തശ്ശിക്ക് അവളോടും തോന്നി. മുത്തശ്ശി, എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയെന്ന്. ശരണ്യോടുള്ള എന്റെ സ്നേഹം ഇപ്പൊ നഷ്ടപ്പെടുമെന്ന എന്റെ പേടി. നഷ്ടപ്പെടാനോ? ഏയ്, അങ്ങനെ സംഭവിക്കില്ല നന്ദൂട്ട. എടാ, അവക്ക് നീയല്ലേ ഉള്ളൂ, നീ മാത്രം. അവിടെ നെഞ്ചു പെടയുമ്പോ, അവിടെ കണ്ണു നിറയുമ്പോ ഈ മുത്തച്ഛന്റെ ഹൃദയം പെടയും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂടാ, പക്ഷെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ മദ്യത്തെ കൂട്ടുപിടിക്കുക അല്ലടാ വേണ്ടത്. നിനക്ക് കള്ളു കുടിക്കാൻ തോന്നുമ്പോ വീട്ടിലിരുന്ന് കള്ളു കുടിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടാനാ മുത്തശ്ശി നിന്റെ കൂടെ കൂടുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കൂടി അത് നാശത്തിലെ അവസാനിക്കും മോനെ. എടാ നന്ദൂട്ട, അപവാദങ്ങൾ പലതും കേട്ടെന്നിരിക്കും. അപ്പോ മദ്യത്തെ കൂട്ടുപിടിക്കല്ല വേണ്ടത്, അതിനെ നേരിടണം. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ അതിലെ സത്യവും നുണയും വേർതിരിക്കണം. നിന്നെ ശരണ്യയും തമ്മിൽ തെറ്റിക്കാൻ, ശരണ്യയുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരോ ഒരാളുണ്ട് ഈ അപവാദത്തിന്റെ പിന്നിൽ. അയാൾ നിന്റെ പതനം കണ്ട് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. മോനെ നന്ദൂട്ട, തോക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ശത്രുക്കൾക്ക് നമ്മളെ എളുപ്പത്തിൽ തോപ്പിക്കാൻ കഴിയും. എന്നാ തോക്കാൻ നമ്മൾ തീരുമാനിച്ചില്ലെങ്കിലോ ഒരാൾക്കും നമ്മളെ തോപ്പിക്കാൻ കഴിയില്ലടാ നന്ദൂട്ട. എന്റെ നന്ദൂട്ടൻ തോക്കുന്നതേ മുത്തച്ഛക്ക് ഇഷ്ടമല്ല. നോക്ക്, ഇനി ആ പാവം ശരണ്യെ കണ്ണീര് കുടിപ്പിക്കാൻ നീ ഒരു കാരണമാവരുത്. ഒരു കാര്യം നന്ദൂട്ടനെ എപ്പോഴും ഓർക്കണം, ശരണ്യ ഒരു നല്ല പെണ്ണായതുകൊണ്ടാ നിന്റെ അമ്മയും ചേച്ചിയൊക്കെ ഇന്ന് ഈ വീട്ടിൽ കഴിയുന്നത്. ഇല്ലെങ്കിൽ അവരുടെ സ്ഥാനമേ വല്ല ജയിലിലും ആയേനെ. അതെന്താണെന്നറിയോ? ഗാർഹിക പീഡനം. ശരണ്യെ നിയമം പഠിച്ച പെണ്ണാണെന്ന് നിനക്കറിയാലോ. എടാ, ഇതിന് മാത്രം കുടിച്ചിട്ട് വരെ സഹിക്കാൻ പറ്റാത്ത എന്ത് വേദനയാടാ കഴിഞ്ഞ രാത്രി എന്റെ മോനുണ്ടായത്. നന്ദൂട്ടൻ പറയുന്നത് കേട്ടിട്ട് ഇത് മനഃപൂർവ്വം ആരോ പ്ലാൻ ചെയ്ത ഗെയിമാണെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു പരിചയമില്ലാത്ത ആൾക്കാര് നിന്റെ അടുത്ത് വന്നിരുന്നിട്ട് അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിലേ അതിന്റെ പിന്നിലെ ആരോ ഒരാളുണ്ട്.
ആ ഗാർമെന്റ്സിൽ നടന്ന അപവാദ കഥയ്ക്ക് പിന്നിലെ അതേ ആൾ. അതാരായിരിക്കുമെന്ന് നന്ദൂട്ടിന് വല്ല നിശ്ചയമുണ്ടോ? ദിയയാകാനാണ് സാധ്യത. അവക്ക് ഇതുപോലുള്ള തരംതാണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മോനെ നന്ദൂട്ട, ആ ഗാർമെന്റ്സ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഒന്ന് അന്വേഷിക്കണം. മീഡിയയിലൊക്കെ പ്രചരിച്ച വാർത്തകൾക്ക് പിന്നിൽ ഉറപ്പായിട്ട് ദിയാണ്. എന്തിനവളവിടെ പോയെന്ന് അന്വേഷിക്കണം. വെറുതെ ആ പാവം നന്ദിതയെ അപവാദ കേസിൽപ്പെടുത്തി ആ പാവത്തിന് ജീവിതവും നശിപ്പിച്ചു. അഞ്ഞൂറുണ്ടോ? ഇല്ല. നീ ഒരിക്കലും ഇന്നലെ രാത്രി കണ്ട രീതിയിൽ എന്റെ നന്ദുണ്ട കണ്ണനെ ഇടവരുത്തരുത്. ജീവിക്കും മോനെ. ആ ശരണ്യെ ചേർത്ത് പിടിച്ച് നീ ജീവിക്ക്, സന്തോഷത്തോടെ സമാധാനത്തോടെ. ഇനി ഒരിക്കലും അവിടെ കണ്ണു നിറയാൻ നീ കാരണമാവരുത്. അവിടെ കണ്ണു നിറഞ്ഞാൽ പിടയുന്നത് മുത്തശ്ശിയുടെ ഹൃദയവാ. നീ ഒന്ന് പുറത്തു പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത്. ചെല്ല്. നന്ദ, ഞാൻ തുറന്നു ചോദിച്ചോട്ടെ, നന്ദൻ എന്നെ കല്യാണം കഴിച്ചതില് ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടോ? എനിക്കറിയാം വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ നന്ദന് തോന്നുന്നുണ്ടെന്ന്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. ഇല്ല, അങ്ങനെ ഒരു കുറ്റബോധം എനിക്കില്ല. ഇനി അങ്ങനെ തോന്നിയാൽ അത് നിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. പിന്നെ എന്തിനാ നന്ദ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? നന്ദനെ ജീവന് തുല്യം സ്നേഹിക്കുന്നില്ലേ ഞാൻ? ഇവിടെ അമ്മയും അഞ്ജതയെല്ലാം പറയുന്നത് ഞാൻ കാരണമാണ് നന്ദൻ അമിതമായിട്ട് മദ്യപിക്കുന്നെന്നാ. ആണോ നന്ദ? ചിലതെല്ലാം മറക്കാൻ എനിക്ക് മദ്യപിക്കേണ്ടി വരും. ചിലതെന്ന് പറഞ്ഞാൽ എന്താ? അത് നിനക്കറിയില്ലേ? അത് ഞാൻ വ്യക്തമാക്കണോ? വേണ്ട, നന്ദൻ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നന്ദ, അതിന്റെ സത്യാവസ്ഥ നന്ദൻ അറിയാവുന്നതല്ലേ? ശരണ്യ, മതി. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഇല്ല നന്ദ, എനിക്ക് സംസാരിക്കണം. നന്ദന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനും എന്റെ കുടുംബമാണെന്നാ ഇവിടെ എല്ലാരും പറയുന്നത്. നന്ദന്റെ അമിത മദ്യപാനവും ആ കാരണം കൊണ്ടാണെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നന്ദൻ ഉചിതമായ ഒരു തീരുമാനം എടുക്കാം. ഞാനൊന്നിനും ഒരു തടസ്സമാവില്ല. നന്ദന്റെ ജീവിതം നന്ദന് സേഫ് ആക്കാം. എന്റെ ജീവിതം സേഫ് ആക്കണമെങ്കിൽ അത് നിന്നെ കാണുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ചെയ്യാമായിരുന്നു. അറിയാലോ, സമ്പന്നയായ ഒരു പെണ്ണിന്റെ പുറകെ നടന്ന കാര്യം. അറിയാം നന്ദ, ആ പെണ്ണ് ഇപ്പോഴും പുറകെ തന്നെ ഉണ്ടല്ലോ. ശരണ്യ, പ്ലീസ്, എനിക്ക് അല്പം സ്വസ്ഥത വേണം. കുറ്റപ്പെടുത്തലിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ. ഞാനൊരു സ്വസ്ഥത കേടായോ നന്ദന്? പ്ലീസ് ശരണ്യ.